എല്ലാവർക്കും ലിറ്റിൽ സയൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ കണ്ടത്തിൽ ഒരു പ്രത്യേകതരം പക്ഷി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പക്ഷിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഉള്ളത്. പിന്നെ ആ കാണുന്ന കേട്ടോ എൻ്റെ വീട്, നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്ന എൻ്റെ വീട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു 8-10 ദേശാടന കിളികൾ അവിടെ ഉണ്ട്. അതാ ഒരു ബൈക്ക് വന്ന് ഒക്കെ പാറിപ്പോയി. ഇനി നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്കാം. ഈ കൊക്കുകൾ ഉത്തരേന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇവയുടെ പേരാണ് സന്യാസി കൊക്കുകൾ. ഇവ ഒരു സ്ഥലത്തും കൂടുകൂട്ടാറില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് ചൂടാകുമ്പോൾ തണുപ്പ് തേടി നമ്മുടെ നാട്ടിലേക്ക് വരും. ഇവ സാധാരണ മുട്ടയിടാറില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഒരു ദേശത്തു നിന്നും മുട്ടയിടാനും മറ്റും മറ്റൊരു ദേശത്തേക്ക് പറക്കുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ. പക്ഷികളുടെ ഈ ദേശാടനം ഋതുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷികളിലെ പല വിഭാഗങ്ങളും ദേശാടനം നടത്തുന്നവയാണ്. ഇതിനിടയിൽ പട്ടിണി കൊണ്ടും വേട്ടയാടൽ കൊണ്ടും വലിയ നാശം സംഭവിക്കുന്നെങ്കിലും ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ അവ ഒരു ദേശത്തു നിന്നും വേറൊരിടത്തേക്ക് പറക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം മെയ് 11, ഒക്ടോബർ 12 എന്നീ ദിനങ്ങൾ ലോക ദേശാടന പക്ഷി ദിനമായാണ് ആചരിക്കുന്നത്. പ്രകൃതി ഭംഗി കൊണ്ടും മികച്ച കാലാവസ്ഥ കൊണ്ടും പശ്ചിമഘട്ടത്തിന്റെ സമ്പുഷ്ടമായ ജൈവ വൈവിധ്യം കൊണ്ടും നിരവധി ദേശാടന പക്ഷികളാണ് കേരളത്തിലേക്ക് വിരുന്നെത്തുന്നത്. നമ്മുടെ പുഴകളുടെ തീരത്തും മലമുകളിലുമാണ് പ്രധാനമായും ഇവ എത്താറുള്ളത്. നൂറുകണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പല പക്ഷികളും എത്തുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ദേശാടന പക്ഷികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അതേസമയം തന്നെ പുതിയ ചില പക്ഷികൾ കേരളത്തിലെത്തുന്നുണ്ട്. ഇവ സാധാരണഗതിയിൽ ചൂട് പ്രദേശങ്ങളിലോ മരുപ്രദേശങ്ങളിലോ കാണുന്നതാണ്. ഇവ ചെറിയ ആശങ്കയും പരത്തുന്നുണ്ട്.